മറ്റു വാർത്തകളിലേക്ക്. അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. ഈ മാസം 17 ഹാജരാകാനാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചത്. ഫെനി നൈനാൻ നടത്തുന്ന സമൂഹമാധ്യമങ്ങളിലെ ഇടപെടലിന് പിന്നിൽ രാഹുൽ എന്ന് രണ്ടാം കേസിലെ പരാതിക്കാരി ഉന്നയിച്ചു. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകണം. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നിർദ്ദേശമാണോ ഇത്? വലിയ തിരിച്ചടി എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കത്തില്ല. എന്തായാലും ഈ SITയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി രാഹുൽ മാങ്കൂട്ടത്തിനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ടും രാഹുൽ ഇതിനുള്ളൊരു മറുപടി നൽകും. അതെന്താണ് അതിന്റെ മറുപടി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിലേക്ക് നമുക്കൊരു നിഗമനം പറയാൻ പറ്റുക, അല്ലെങ്കിൽ വലിയ കാര്യം പറയാൻ പറ്റുക. എന്തായാലും ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് പോകാൻ സാധിക്കില്ല. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി SIT കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, നേരത്തെ ബലാത്സംഗ കേസുകളിൽ കർശനമായ വ്യവസ്ഥകളോടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരുന്നത്. ആ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടോ മറ്റുള്ളവർ മുഖേനയോ ഈ പരാതിക്കാരിയെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം SITയുടെ ഒരു അപേക്ഷ തള്ളിക്കൊണ്ട് ഇത്തരത്തിൽ രാഹുലിന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ അതിജീവിതയ്ക്ക് എതിരെ പോസ്റ്റ് ഇടുന്നത്. ഇതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പരാതിക്കാരി പറയുന്നത്. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അതിജീവിത SITയെ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് SIT തന്നെ കോടതിയെ ഇക്കാര്യത്തിൽ ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. അതിലാണ് ഇപ്പോൾ രാഹുൽ നേരിട്ട് ഹാജരാണെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഫോൺ വിളിച്ചു എന്ന കേസിൽ കോടതി ഹർജി തീർപ്പാക്കിയിരുന്നു. അന്ന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്, രാഹുലിനോട് ഇനി മേൽ സിജോ വി ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.